ഈ വർഷത്തെ കൈരളി ജ്വാല അവാർഡ് പുതുമുഖ വനിതാ സംരംഭകയ്ക്കുള്ള അവാർഡ് എനിക്കാണ് ലഭിച്ചത്. അത് മമ്മൂക്കയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ളൊരു വലിയ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ജ്വാല അവാർഡ്സ് ഫംഗ്ഷന് പോയപ്പോൾ അവിടെ വെച്ച് വിജയരാഘവൻ സാർ പറയുണ്ടായി, ഈ ജ്വാല അവാർഡ്സ് കിട്ടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതിനുശേഷം അവരുടെ ഉയർച്ച വളരെ വലുതാണെന്ന്. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ വെച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ, ജ്വാല അവാർഡ്സിന് വരുന്ന വഴിക്കാണ് ഞാൻ അറിയുന്നത്, കേരളത്തിൽ നിന്ന് 4 സ്റ്റാർട്ടപ്സിനെ ഇന്ത്യ EU സമ്മിറ്റിന് ഡെലിഗേറ്റായിട്ട് സെലക്ട് ചെയ്തതിനകത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് എൻ്റേതായിരുന്നു. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ആയിട്ടൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ഒരു സ്റ്റാർട്ടപ്പിന് ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. റിപ്പബ്ലിക് ഡേയുടെ നെക്സ്റ്റ് ഡേ ആയിരുന്നല്ലോ, 27th രാഷ്ട്രപതി ഭവനിൽ കേരളത്തിൽ നിന്ന് ഒരു വിമൻ ഫൗണ്ടറിനെ മാത്രമേ അവിടെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ടു ഹാവ് ദി ഡിന്നർ വിത്ത് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ അതും ഒക്കെ ഇതിൻ്റെ പിറകെ വന്നപ്പം ഐ തോട്ട് ശരിയാണ് വിജയരാഘവൻ സാർ പറഞ്ഞത്. അതിനുശേഷം മുന്നോട്ട് ഉള്ള ഓരോരോ കാര്യങ്ങളും പെട്ടെന്ന് വലിയ സ്വപ്നങ്ങളും എല്ലാം സംഭവിക്കുന്ന പോലെ തോന്നി. സാധാരണ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു ഓൺട്രപ്രണറായിട്ടൊരു വനിതാ സംരംഭകയായി മാറുക എന്ന് പറഞ്ഞത് ഒരു യാത്രയായിരുന്നു. ഡ്രൈനെസ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ വായ ഉമിനീരില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് അനുഭവിക്കുന്നത് ഓൾമോസ്റ്റ് 20% പോപ്പുലേഷൻ, നമ്മളുടെ പോപ്പുലേഷൻ്റെ 20%-ഓളം ആൾക്കാർ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. അതായത് അവരെല്ലാം രോഗികളാണ്. സിവിയർ ഡയബറ്റിസ് ഉള്ളവർ, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് ചികിത്സയിലായവർ, കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ചെയ്ത ആൾക്കാർ, കൂടുതലും ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിലുള്ള ക്യാൻസർ വന്ന ആൾക്കാർ, പിന്നെയുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വന്നവർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അസുഖങ്ങളുടെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വരുന്നൊരു അസുഖമാണിത്. അപ്പം ഇങ്ങനെയുള്ള വലിയ അസുഖങ്ങൾ വരുമ്പോൾ എപ്പോഴും ആ അസുഖങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഡോക്ടേഴ്സും എല്ലാവരും കൊടുക്കുക. അതിൽ നിന്നുള്ള സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും സൈഡ് ലൈൻ ചെയ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഇന്നൊവേഷൻസ്, അതിലുള്ള പ്രോഡക്ട്സ് ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ നിയന്ത്രിക്കുന്ന കുറേ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതിനകത്തൊരു ഇന്നൊവേഷൻ നടക്കുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണം, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഒരു പേഷ്യൻ്റാണ് എന്നോട് പറയുന്നത്, ഇത് വായിക്കാത്ത കംപ്ലീറ്റ്ലി കുറേ നേരത്തേക്ക് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, വേറൊന്നും വായിക്കാത്ത ഒഴിച്ച് മരുന്ന് കഴിക്കാതെ ഞങ്ങൾക്ക് എങ്ങനെ വെള്ളം വായിക്കാത്ത കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ആ ഒരു ചിന്ത ഒരു പേഷ്യൻ്റ് തന്നതിൽ നിന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്, എങ്ങനെയാണ് വെള്ളം കണ്ടിന്യൂസ്ലി കൊണ്ടുവരാൻ. അപ്പം പേഷ്യൻ്റ് കുടിക്കുന്ന വെള്ളം തന്നെയാണ് പേഷ്യൻറ്റിൻ്റെ വായിൽ ഉമിനീര് പോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര നന്നായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് ഞാനും ഡോക്ടർ സെന്തിലും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഡ്രിസ്ലിൻ ഓറൽ പാച്ചസ്. 116 പേഷ്യൻസിൽ ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്തു. ഹ്യൂമൻ ട്രയൽസ് കഴിഞ്ഞു, അനിമൽ ട്രയൽസ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5 വർഷം എടുത്തു ഇതുണ്ടാക്കി കൊണ്ടുവരാൻ. ആ ഒരു ഐഡിയയിൽ നിന്ന് അതിനെ പ്രോട്ടോടൈപ്പ് ആക്കി അതിൻ്റെ എല്ലാ റെഗുലേഷൻസും, അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടും ഇടയ്ക്ക് വെച്ച് പല സമയത്ത് ഇതങ്ങ് നിന്നു പോകും, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മളെ കൊണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഞങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്ര റെഗുലേറ്ററി ചാലഞ്ചസ് ഞങ്ങൾ അനുഭവിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ധൈര്യവുമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടുമായിട്ട് കുറേ ഏജൻസീസ്, നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വല്ലാത്തൊരു വിൽ പവറും അത് വെച്ചിട്ട് തുടങ്ങി എല്ലാ ചാലഞ്ചസിനെയും ഫേസ് ചെയ്തു. അവസാനം ഞങ്ങൾക്ക് ഹ്യൂമൻ ട്രയൽ ചെയ്യാനുള്ള ലൈസൻസ് ലഭിച്ചു. അവിടെ നിന്ന് പിന്നെ ടാറ്റ മെമ്മോറിയലിലും വിനായക മിഷനിലും 116 പേഷ്യൻസിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മറ്റ് ആർട്ടിഫിഷ്യൽ സലൈവ മൗത്ത് വാഷുകളെക്കാളും ബെറ്ററാണ് എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജ്വാല അവാർഡിന് ശേഷം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ വാക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതെവിടെ കിട്ടും ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട് വിളിച്ച ഒരുപാട് പേര്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും കാലങ്ങളായിട്ട് എത്രയോ ആൾക്കാർ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും പേര് എന്നെ വിളിക്കണമെങ്കിൽ കേരളമെമ്പാടും എത്ര പേരുണ്ടാവണം, ഇന്ത്യക്ക് മുഴുവനായിട്ട് എത്ര പേരുണ്ടാവണം ഇതേപോലെ സഫർ ചെയ്യുന്നത്, അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ടുള്ള മാനുഫാക്ചറിങ്ങിനുള്ള സൈറ്റ്സ് എല്ലാം നമ്മൾ എല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ലൈസൻസിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വർഷം ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും
എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ ഓൺട്രപ്രണർ എന്നുള്ളൊരു സ്ലോഗൻ എപ്പോഴും ഗവൺമെൻറ് പറയാറുണ്ട്. അപ്പം ഞാനതിനെ കുറച്ചും കൂടെ ഒന്ന് മാറ്റി പറയാനാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ വീട്ടിലും ഒരു വനിതാ സംരംഭകയും കൂടെ ഉണ്ടാവണം.